പ്രൈസ് ദി ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 22-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. കഷ്ടതയിൽ ആരും സഹായിപ്പാൻ ഇല്ലാതിരിക്കുമ്പോൾ, സഹായം മറ്റൊരിടത്തു നിന്നും ലഭിക്കാതിരിക്കുമ്പോൾ, പലരും നമ്മിൽ നിന്ന് മാറി അകന്നു നിൽക്കുമ്പോൾ, സഹായിപ്പാൻ കഴിയാത്തിടത്ത്, സഹായം ലഭിക്കാത്തിടത്ത്, സഹായം ലഭിക്കുവാൻ മറ്റൊരിടവും ഇല്ലാത്തവർക്കായി വിട്ടകലാത്ത, വിട്ടുകളയാതെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ഗന്നസരേത്ത് തടാകത്തിൽ ശീമോനുള്ളതായ ഒരു പടകിൽ യേശു കയറി അവിടെ ഇരുന്ന് പുരുഷാരത്തോട് ദൈവവചനം സംസാരിച്ചു. ആ സമയത്ത് ശീമോൻ കഷ്ടതയിലും നിരാശയിലും ശൂന്യതയിലും ആണ് യേശുവിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ആ പുരുഷാരത്തോട് സംസാരിച്ചു തീർന്നപ്പോൾ ശീമോനോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ശീമോൻ അറിയാം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലെന്ന്. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കഷ്ടതയിലും നിരാശയിലും ശൂന്യതയിലും ദൈവവാക്ക് വിശ്വസിച്ചാൽ, ദൈവവചനം അനുസരിച്ചാൽ, മറ്റുള്ളവർ വന്ന് നമ്മെ സഹായിക്കുന്ന വിധം ദൈവം നമുക്ക് വേണ്ടി കരുതും. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഉത്തരവും താൻ തന്നെ പറയുകയാണ്. സഹായം ലഭിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന്. ആ ദൈവം കാൽ വഴുതാതെ, തണലായി, രാത്രിയും പകലും ബാധിക്കാതെ, ദോഷം തട്ടാതെ, പ്രാണനെ സൂക്ഷിച്ച് ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.